നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇന്ന് ശരിക്കും നമ്മൾ കേരളക്കരയിൽ കൊല്ലം ജില്ലയിൽ അയത്തിൽ ഭാഗത്ത് ഞെട്ടിച്ചൊരു സംഭവമാണ്. അതായത് ഒരു 13 വയസ്സുള്ളൊരു കുട്ടി മിസ്സിങ് ആവുകയാണ്. അവൾ വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അവളുടെ കാര്യങ്ങളൊന്നും ആർക്കും അറിയാൻ പറ്റുന്നില്ല. ഇതുവരെ ഒന്നും അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അഭിമുഖീകരിക്കുന്നു? നമ്മുടെ കേരളത്തിൽ ഇത്രയും സാക്ഷരത നിറഞ്ഞ ഒരു ജനമാണ് നമ്മളുടെ കേരളത്തിൽ. എന്നിട്ടും നമ്മൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു? അത് തീർച്ചയായിട്ടും എന്തോ ഒരു അപാകത നമ്മളുടെ ഭാഗത്ത് ഉണ്ടായിട്ടല്ലയോ? ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു റെസ്പെക്റ്റ് ഇല്ല, ഒരു ബഹുമാനമില്ല. എല്ലാം ചങ്കാണ്, എല്ലാം ഫ്രണ്ട്സാണ്, ചങ്കും ചങ്കത്തിയും എല്ലാം. അങ്ങനെ ആ ഒരു കൾച്ചറിലാണ് അവർ വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രമാത്രം നല്ലതാണെന്നുള്ളത് മാതാപിതാക്കൾക്ക് മാത്രമല്ല, മുതിർന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് അത്യാവശ്യം എല്ലാ വിധത്തിലുമുള്ള ശിക്ഷണങ്ങളും, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, നമ്മൾ ഒരു തീരെ ലോക്കൽ ലെവലിലല്ല വളർന്നിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ടും അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ആവാം. എങ്കിലും നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, നമുക്കൊരു കൾച്ചർ ഉണ്ടായിരുന്നു. ആ കൾച്ചർ വിട്ടിട്ട് നമ്മളൊരിക്കലും പോയിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും അവർ എല്ലാം ഒരു ഫ്രണ്ട്ലി മനോഭാവത്തിലാണ് കാണുന്നത്. നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കണം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഓവർ ഫ്രണ്ട്ലി ആയിക്കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, അമൃതം കൂടുതലായാലും വിഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം ടോപ്പിക്സ് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അവരുടെ ഇളയവരുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. ഇപ്പോഴേ അവർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കണോ? അതൊക്കെ തെറ്റാണ്. അവർ അറിയണം. പ്രത്യേകിച്ച് ഒരു 13 വയസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ടീനേജ് കാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരെല്ലാം അറിയേണ്ടതെല്ലാം അറിയണം. മാതാപിതാക്കൾ ഏത് രീതിയിലാണ് പണം സമ്പാദിക്കുന്നത്, അവർക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു, അതല്ല എല്ലാം റോസി പിക്ചറാക്കി കാണിച്ചു കൊടുക്കുന്നതല്ല ജീവിതം. നമ്മൾ കൂടുതലും മീ ടൈം, പേരൻറ്റ് ടൈം സ്പെൻഡ് ചെയ്യുക. ഇവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ചിലപ്പോൾ ആ കുട്ടിക്ക് കിട്ടേണ്ട ആ ഒരു സമയം അവർ കൊടുത്തു കാണത്തില്ല. മൊബൈൽ അതിനുള്ള ഒരു മെയിൻ വില്ലനാണ്. കാരണം നമ്മളെല്ലാവരും സ്ക്രീൻ ടൈം കുറയ്ക്കാൻ നോക്കുന്നു. പക്ഷേ പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? നമ്മൾ മെസ്സഞ്ചറാണ് ഏറ്റവും വലിയൊരു നിർഭാഗ്യവശാൽ മെസ്സഞ്ചറാണ് ഏറ്റവും വലിയൊരു വില്ലൻ. കാരണം പേരൻസ് ആയാലും ടീനേജേഴ്സ് ആയാലും എല്ലാവരും മെസ്സഞ്ചറിൽ കയറി ചാറ്റ്, വാട്സാപ്പ് ചാറ്റ് എല്ലാം. അപ്പോൾ ഈ പറയുന്ന നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. നമ്മളെ തന്നെ ഒന്ന് നോക്കുക, നമ്മൾ എവിടെയാണ് എത്തുന്നത്. ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ വർക്കിംഗ് അല്ലെങ്കിൽ പോലും നമ്മുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, സ്വയം വിലയിരുത്തുക. മറ്റുള്ളവർ വിലയിരുത്തുന്നതിന് മുൻപ് നമ്മൾ ആരാണെന്നുള്ളൊരു ധാരണ അത് നമ്മൾക്ക് വേണം. കാരണം നമ്മൾക്ക് ഇനിയും എന്തൊക്കെ കൈവരിക്കാൻ പറ്റും, നമ്മൾ ഏതൊക്കെ മേഖലകളിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു തിരുത്തൽ കൈവരുത്തേണ്ടതായിട്ടുള്ളത് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. നമ്മൾ നമ്മെ തന്നെ പഠിച്ച്, നമ്മെ തന്നെ പാലിച്ച്, നമ്മളെ തന്നെ ഒന്ന് നറിഷ് ചെയ്ത് നമ്മൾ എൻറിച്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ ഒരു കരം നമ്മുടെ കൂടെ ഒപ്പം നടക്കുന്നുണ്ട്. ദൈവം നമ്മളുടെ കൂടെയുണ്ട്, നമ്മുടെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഈ മനോഭാവത്തിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏത് ജനറേഷനിലുള്ള കുട്ടികളെ അഭിമുഖീകരിച്ചാലും നമ്മൾക്ക് അവരെ നല്ല രീതിയിൽ വളർത്താൻ പറ്റും. പിന്നെ നമ്മൾ ആരും ലെഗ് പുള്ളിങ് ചെയ്യാൻ പാടില്ല. ഇത് നമ്മുടെ കുട്ടികൾ കണ്ടുവരികയാണ്. നമ്മൾ പാര പണിയുമ്പോൾ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും? അവരും വിചാരിക്കും, ഓക്കെ നമുക്കും പാര പണിയാം. അങ്ങനെയാണ് നമ്മൾ അതിനൊരു അടിസ്ഥാനം വെച്ച് കൊടുക്കരുത്. തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കമൻറ്റ്സ്
ഞാൻ എപ്പോഴും അക്സെപ്റ്റബിൾ ആണ്. റെസ്പെക്റ്റ്ഫുൾ കമൻസ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ശുഭരാത്രി ഞാൻ നേരുന്നു. ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അതിന് വിദ്യാഭ്യാസപരമായുള്ള കൗൺസിലിംഗ് കൊടുത്ത് സൈക്കോളജിക്കലി അതിന് ഓക്കെ ആക്കി അതിനെ വീണ്ടും ഒന്ന് റെജുവിനേറ്റ് ചെയ്ത് അതിൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.